കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒരുപാടുണ്ട് ഓണത്തിന്. കാരണം ഫസ്റ്റ് 10 ദിവസം സ്കൂള് ഒഴിവായി കിട്ടുക അത് വല്ലാത്തൊരു സന്തോഷമുള്ള നിമിഷമല്ലേ. പിന്നെ കുട്ടിക്കാലത്ത് നമുക്ക് വള്ളി നിക്കറിട്ട് നടക്കുന്ന കാലങ്ങളാണല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികളും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമാണ്. കാരണം നമുക്ക് പുറത്ത് പോയി എല്ലാം കളിക്കാനും. ഇപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ ബാക്കിലൊക്കെ നല്ല തൊടിയും എല്ലാ പൂക്കളും എല്ലാം കിട്ടുന്നൊരു തൊടിയാണ്. കാരണം മല്ലികപ്പൂ, അതുപോലെ ചെമ്പരത്തിപ്പൂ, എല്ലാ പൂക്കളും കിട്ടും. അപ്പോൾ അന്ന് നമ്മൾ തന്നെ പോയിട്ട് ആർട്ടിഫിഷ്യലായിട്ടോ കാര്യങ്ങളോ കടയിൽ നിന്നൊന്നും വാങ്ങുന്ന ഇപ്പം അങ്ങനെയൊക്കെയായല്ലോ. അപ്പം അത് എല്ലാം നാച്ചുറലായിട്ട് കിട്ടി. ചെറിയൊരു നമ്മളത് ഐഡിയക്ക് അനുസരിച്ചൊക്കെ പണ്ടിട്ടോ നമ്മൾ ബാക്കി മുതിർന്നവരൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മളതായിട്ടുള്ളൊരു ചെറിയ ഒരു പൂക്കളവും കാര്യങ്ങളിട്ട് അത് എത്ര എൻജോയ് ചെയ്തൊരു ഒരു ഓണക്കാലം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒറിജിനാലിറ്റിയിലുള്ളൊരു ഓണം ഉണ്ടല്ലോ, ഏറ്റവും നല്ല മറക്കാനാവാത്ത രുചിയുള്ള ഓണസദ്യ ഞാനെപ്പോഴും ഓർക്കുന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. കാരണം ഒരുപാട് കാലങ്ങളോളം അവിടെ നിന്നതുകൊണ്ട്. പിന്നെ ഓണം നാളുകൾ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പല ക്ലബ്ബുകളുണ്ടാകും. നമ്മുടെ ഫ്രണ്ട്സ് ക്ലബ്ബ്, ഇവിടുത്തെ ഒരു ചെക്കന്മാരുടെ എല്ലാവരുടെയും ക്ലബ്ബുകൾ നടത്തുന്ന ഓണപ്പരിപാടിയിൽ എപ്പോഴും നമ്മൾ ആക്റ്റീവാണ്. നമ്മളവിടെ ഒരു ഗസ്റ്റായിട്ടോ അങ്ങനെ നിൽക്കില്ല. അതിൽ ഓണത്തിൻ്റെ എല്ലാ കളികളും എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അതൊക്കെ ഓർമ്മ വരും. 2 വർഷത്തെ ഫുട്ബോൾ കരിയറിൽ പല സ്നേഹങ്ങളും അതുപോലെ പല ഓണാഘോഷങ്ങളും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേക വൈബാണ് ഈ ഓണം എന്ന് പറയുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടു കൂടി സമാധാനത്തോടു കൂടി ഈ ഓണം നാളുകളിൽ എൻജോയ് ചെയ്ത് ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പറയും.